ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2005 റിലീസായിട്ടുള്ള മലയാള ചിത്രമാണ് രാജമാണിക്യം. നമ്മുടെ മമ്മൂക്കയുടെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് രാജമാണിക്യം. രാജമാണിക്യം എന്ന മൂവിയിലെ സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകുന്നതിന് സായികുമാർ മരിച്ച ഫോട്ടോ. മണിമ്പിള രാജു. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപന ജംഗമ വസ്തുക്കളും കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ, മറ്റ് പുരയിടങ്ങളടക്കം 1500 ഏക്കർ ഭൂസ്വത്ത് വകകളും എല്ലാം മരിച്ചുപോയ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാജശെൽവം മനോജ് കെ ജയൻ, രണ്ടാം ഭാര്യ മുത്തുലക്ഷ്മിക്കും അതിലുണ്ടായ മകൾ റാണിരത്നയ്ക്കും അവകാശപ്പെട്ടതാണ്. ആ വസ്തുത നിലനിൽക്കെ എന്റെ മരണശേഷം കൊച്ചിൻ ഹനീഫ, 25 വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. സ്വത്ത് വീതം വെപ്പ്. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. അവന്റെ അമ്മയുടെ ഒരു ബിൽപത്രമായിരുന്നു. അപ്പൊ അവകാശപ്പെട്ടവർക്ക് അണ്ണാക്കിയോട്ട് തിരികെ തന്നിട്ട് അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ പോലെ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയാതെ വിടില്ലേ? കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് ബല്ലാരി രാജ. അടിപൊളി. ഭീമൻ രഘു, സലീം കുമാർ. റഹ്മാൻ. മമ്മൂക്ക. എന്താ ലുക്ക്. ബല്ലാരി രാജ. നമ്മുടെ കിണ്ടൊന്ന് അടിവായിട്ട് പ്രയോഗിച്ചപ്പോ കത്ത പറയുന്ന പോലെ അല്ല, താറാവ് പറയുന്ന പറഞ്ഞു. വലത്താട്ട് നിക്കടാ. വലത്തോട്ട് നീങ്ങി സാമിയാര്. എല്ലൂരി. ഓ അടി. ഓ
ഓ ആ ബല്ലാരി ടീം. ആ ഓ ആ മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ആ ഓ ആറ് പോസ്റ്റുകൾ 3 ആ ടിക്കറ്റുകളും വെച്ച് ബെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരം. എന്നോട് മുടാച്ചാലുണ്ടല്ലേ പൈലാക്കി ചൂണ്ടല കണ്ട. നീ എന്ത് വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗഡാക്ടർ കായകൾ കൊടുത്ത് എന്റെ പോസ്റ്റുകൾക്ക് അന്തരാക്ടാണെന്ന് വന്ന് കുത്തിവെച്ച് വന്ന് ഞാൻ പെട്ടി മണം മുടക്കി കാശിക്ക് വന്നു വിചാരിച്ച നല്ല നിനക്ക് തെറ്റാണ്. ഇത്രയും കാലം എന്റെ പോസ്റ്റുകളെ മേടിച്ചോണ്ടിരുന്ന സകല മലയാളിമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം കുട്ടി താക്കോലോട്ടെ ഞാൻ പോണോ. രാജുട്ട എഴുതി വാങ്ങിയതേ ഇവന്റെ സ്ഥാപനം ചെങ്കമോ അല്ലേ. ആ അവന്റെ അമ്മേനെ തള്ളേ ആ തീരണില്ലല്ലേ. അടിപൊളി സീൻ കേട്ടോ, സൂപ്പർ സീൻ. നമ്മുടെ രാജമണിക്ക് എന്ന മൂവിയിൽ നമ്മുടെ മമ്മൂക്കയുടെ ഇൻട്രോ സീനാണ് കണ്ടത്. 2005 ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് രാജമാണിക്കം. 25 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. അത് അന്ന് വരെ 25 കോടി മലയാള സിനിമത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കളക്ഷൻ കിട്ടിയിട്ടില്ല 25 കോടി. അത് മുൻപ് 22 കോടി കിട്ടിയിട്ടുണ്ട് നരസിംഹക്കാൻ 2000. പക്ഷേ 2005 ഏറ്റവും വലിയ ഹിറ്റ്, അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് രാജമാണിക്കം എന്ന് പറഞ്ഞ മൂവി. അൻവർ റഷീദാണ് ചിത്രത്തിൻ്റെ സംവിധായകന്. ഈ ചിത്രവുമായി വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ഈ ചിത്രം സംവിധാനം ചെയ്യാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ രഞ്ജിത്തായിരുന്നു. പിന്നീട് അതിന് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള അൻവർ റഷീദിനെ ഈ പടം ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അവിടെ പൂർത്തീകരിക്കുകയും ചെയ്യും. അതൊരു മെഗാ ഹിറ്റ്, സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കുകയും ചെയ്ത സിനിമയാണ് ഈ ഒരു രാജമാണിക്കം സിനിമ. ടി എ ഷാഹിദാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. അതുപോലെ മമ്മൂക്ക, പത്മപ്രിയ, അതുപോലെ റഹ്മാൻ, കൊച്ചിൻ ഹനീഫിക്ക, സായികുമാർ, ഭീമൻ രഘു, അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു സൂപ്പർ മൂവിയാണ് രാജമാണിക്കം. എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുറ്റൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.